സുപ്രീം കോടതി വിധി നല്ല വിധിയാണ്. മനുഷ്യനെ കടിക്കുക, കൊല്ലുക, അതാണ് നടന്നുകൊണ്ടിരിക്കുക. അതാണ് സുപ്രീം കോടതി വിധി ഉണ്ടാക്കിയത്. പക്ഷേ സ്റ്റേറ്റ് സഹകരിച്ചാലേ ശരിയാക്കാം. അത് വല്ല അത്യാവശ്യമായ കേസാണ്. ഒരുപാട് പേര് ഇതുപോലെ കടിച്ച് ആശുപത്രിയിൽ പോയി ഭയങ്കര ചികിത്സ ചെയ്യുകയാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് വീഴ്ചയാണത്. വിശ്വസിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ചാടുന്നുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ. എന്നെ കടിക്കാൻ ഓടിച്ചിട്ടുണ്ട് ഗ്യാങ്ങായിട്ട് രാത്രി. നായ്ക്കൾ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അവിടെ അനാവശ്യമായ ആൾക്കാരുടെ ശല്യം ഒഴിവാകും. എന്ന് പറഞ്ഞാൽ കള്ളന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാകും. ഒരു തെരുവ് നായി എന്ന് പറയണമെങ്കിൽ പോലും അത് ആ ഒരു ഏരിയയുടെ ഒരു ഗാർഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു കണക്കിന് നല്ലതാണ്. പക്ഷേ പട്ടികളിപ്പോൾ കടിക്കുന്നു, അതിന് ആഹാരം കിട്ടുന്നില്ല, അത് ആൾക്കാരെ കടിക്കുന്നു. അത് നല്ല തീരുമാനമാണ്. വെച്ചാൽ ജനങ്ങൾക്ക് അത് നല്ലൊരു സന്ദേശമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ട് എത്രയോ കുട്ടികളെയാണ് നമ്മൾ മുമ്പായിട്ട് കടിച്ചു വെച്ച് വലിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലും താങ്ങാൻ പറ്റാത്തതാണ്. കുട്ടികളുടെ സംരക്ഷണത്തിന് വളരെ അനുയോജ്യമായ ഒരു വിധി. കുട്ടികളെന്നല്ല, ഞങ്ങളെപ്പോലെ പ്രായമായവർക്കുമൊക്കെ അത് ഒരു അനുയോജ്യമായ വിധിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എത്ര കൊച്ചു കുട്ടികളായിരുന്നാലും വയസ്സായ അമ്മമാരെ ആയിരുന്നാലും ശരിക്കും ഈ പട്ടികളിൽ നിന്നും ശരിക്കും പീഡനം, ജീവൻ വരെ നഷ്ടമായിട്ടുണ്ട്. നീക്കം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മനുഷ്യരിൽ ഏറ്റവും നമ്മൾ വാല്യൂഡ് കൊടുക്കേണ്ട മനുഷ്യനല്ലേ. എത്രയോ പേര് മരിച്ച് കാണുന്നുണ്ടല്ലേ, പട്ടി കടിച്ചും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ച് കാണില്ലേ. അപ്പോൾ അവരെങ്ങനെ വളർത്തിയാൽ വീണ്ടും ഇതേ വലിയ മരണമല്ലേ സംഭവിക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കൊല്ലണം തന്നെ.